1990 ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഒരു സായിപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് സെൽവിൻ വിൽഫ്രഡ് ജൂനിയർ എന്നാണെന്നുള്ളതാണ്. അദ്ദേഹം 61 ഗ്രാം ഗഞ്ചാവുമായി, ഹാഷിഷാണെന്ന് തോന്നുന്നു, തൻ്റെ ജട്ടിയിൽ ഇത് വെച്ചുകൊണ്ട്, അണ്ടർവെയറിൽ ഇത് വെച്ചുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വരുന്നു. അദ്ദേഹത്തെ പിടിക്കുന്നു. എയർപോർട്ടിൽ വെച്ച് പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് സെൽവിൻ വിൽഫ്രഡ് എന്ന് പറയുന്ന ആള് ആണ് കേസ് വാദിക്കുന്നത്. അപ്പോൾ വന്ന ആളുടെ പേര് ആൻഡ്രൂസ് സാൽവദോർ സാൽവെ എന്നാണ്. ആൻഡ്രൂസ് സാൽവദോർ സാൽവെ എന്ന് പറയുന്നതാണ് ആസ്ട്രേലിയക്കാരൻ. വക്കീലിൻ്റെ പേരാണ് സെൽവിൻ വിൽഫ്രഡ്. അദ്ദേഹത്തിന് ജൂനിയറായിട്ടാണ് ആന്റണി രാജു വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളെ അന്ന് കേസിൽ 10 വർഷത്തേക്ക് കഠിന തടവും കുറേ രൂപയൊക്കെ ശിക്ഷിച്ചു. പക്ഷേ അതിനെതിരെ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ ആന്റണി രാജു വക്കീലായിട്ട് പോയി. ആന്റണി രാജു പോയപ്പോഴാണ് അവിടെയുള്ള സെഷൻ ക്ലർക്ക് ഒരു ജട്ടി ഈ തൊണ്ടി മുതലായിട്ട് അവിടെ സമർപ്പിച്ചത് കോടതിയിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു. ആന്റണി രാജു ഈ ജോസ് എന്ന് പറയുന്ന ക്ലർക്കിനെ സ്വാധീനിച്ച് രാത്രി അത് ലോക്കറിൽ നിന്ന് ജട്ടിയെടുത്ത് അത് വെട്ടി ചെറുതാക്കി, അതിൻ്റെ സൈസ് ചെറുതാക്കി വീണ്ടും ജോസിന് കൊടുത്ത് അത് ലോക്കറിൽ വെച്ച് എന്തൊക്കെ നടക്കുന്നു നോക്കണം നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ. തിരിച്ചു വയ്ക്കുന്നു. ആ ജട്ടി എടുത്താണ് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ആ ജട്ടി എടുത്ത് കാണിക്കുന്നു. അപ്പോൾ പത്മനാഭൻ എന്ന് പറയുന്ന ജസ്റ്റിസ് നോക്കിയപ്പോൾ ഈ ജട്ടി ചേരുന്നില്ല, ആളിന് ചേരുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ആ കേസ് വെറുതെ വിട്ടു. എന്നിട്ട് ഇദ്ദേഹം അങ്ങ് ആസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു. ഈ സായിപ്പ് അങ്ങ് ആസ്ട്രേലിയയിൽ പോവുകയും ചെയ്തു. ആൻഡ്രൂസ് സാൽവദോർ സാൽവെ അങ്ങ് ആസ്ട്രേലിയയിൽ പോയി. അവിടെ പോയപ്പോഴും ദൈവം വിട്ടില്ല. അയ്യപ്പൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതേ ഒരു കൊലക്കേസ് ചെയ്തു. കൊലക്കേസിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു. ജയിലിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ശിക്ഷയിൽ നിന്ന് ഊരി വന്നതാണ്, ഒരു ആന്റണി രാജു എന്നെ രക്ഷിച്ചു എന്നൊക്കെ അവിടെ പറഞ്ഞു. അയാളത് അവിടുത്തെ ജയിൽ അധികൃതരോട്, അവിടുത്തെ സഹ തടവുകാരൻ ഇത് പറഞ്ഞു. അവർ അത് ഇന്റർപോളിനെ അറിയിച്ചു. ഇന്റർപോൾ ഡൽഹിയിൽ, കാര്യം ഇത് ലഹരി കടത്തൊക്കെ ആയതുകൊണ്ട് അത് CBI അറിയിച്ചു. CBI തിരുവനന്തപുരം സെഷൻസ് കോടതിയിലേക്ക് ഇത് വന്നു. വീണ്ടും കേസ് പുനരാരംഭിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് SHO നമ്മുടെ വലിയതുറ SHO ആയിരുന്ന ജയമോഹനായിരുന്നു കേസ് തുടക്കം വെച്ചത്. പിന്നെ അതിനുശേഷം അദ്ദേഹം കൊല്ലത്തെ SI ആയിട്ടൊക്കെ പോയി. ആ സമയത്തായിരുന്നു സെൻകുമാർ IG ആയിട്ട് വരുന്ന സമയം. അങ്ങനെ സെൻകുമാർ ഈ കേസിൽ ഒരു താല്പര്യം വന്നതുകൊണ്ട് ബാക്കി കുറേ IPS ഈ കേസ് താഴ്ത്തി വച്ചിരിക്കുകയായിരുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനം കൊണ്ടൊക്കെ ജാതിയും പൊളിറ്റിക്കലും അതും എല്ലാം വരുമല്ലോ, വച്ചിരുന്നു. അതിനുശേഷം ഈ കേസ് പൊങ്ങി ജയമോഹൻ സുപ്രീം കോടതിയിലൊക്കെ പോകുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഇതിന് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അങ്ങനെ വീണ്ടും പ്രഫ എന്ന് പറയുന്ന മറ്റൊരു ഓഫീസർ അന്വേഷിക്കുന്നു. ഇതിനിടയിൽ ഒരു അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന രസകരമാണ് ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതോട് തന്നെ അദ്ദേഹത്തെ പത്രത്തിൽ നിന്ന് പുറത്താക്കുകയോ രാജിവെക്കുകയോ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് വരുന്നു. ഇങ്ങനെ കേസ് വന്ന് 1990 നടന്ന കേസ് 2026 36 വർഷങ്ങൾക്ക് ശേഷം നെടുമങ്ങാട് കോടതി അതിനകത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി തിരുവനന്തപുരം സെഷൻസ് കോടതി വിട്ടു. അവിടെ 7 വർഷം കിടന്നു. അവസാനം നെടുമങ്ങാട് കോടതിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. നെടുമങ്ങാട് കോടതിയിൽ നിന്നാണ് വിധി വന്നത്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, നെടുമങ്ങാട് കോടതിക്ക് ഇതിന് 3 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ കൊടുക്കാൻ കഴിയില്ല. ഇത് 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന, ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന 3-4 കുറ്റങ്ങളാണ് ആന്റണി രാജുവും ജോസും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം CGM കോടതിയിലേക്ക് കേസ് മാറാനാണ് സാധ്യത. അതിനുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഈ പ്രോസിക്യൂഷൻ വക്കീൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് 2:45 അറിയാം. അത് അനുവദിച്ചാൽ ഒന്നുകിൽ 3 വർഷത്തിന് വരെയുള്ള ശിക്ഷ കൊടുക്കും, അല്ല അതിനപ്പുറമുള്ള വകുപ്പുകളാണ് കിടക്കുന്നതെങ്കിൽ തിരുവനന്തപുരം CGM കോടതിയിലേക്ക് മാറ്റും. അവിടെ നിന്ന് വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ ഇനി വാദം ഉണ്ടാവാൻ സാധ്യതയില്ല, വിധി ഉണ്ടാവും. എന്തായാലും ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 14 വർഷം വരെ തടവിന് ഉണ്ട്. പിന്നെ അതിന് അത് അപ്പം ജയിലിൽ പോകും. പിന്നെ അതിൻ്റെ പുറത്ത് അപ്പോൾ MLA 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വന്നാൽ MLA സ്ഥാനം പോകും. അവസാന കാലത്ത് ഈ ലാസ്റ്റ് സ്പെല്ലിൽ MLA സ്ഥാനം പോയിക്കൊണ്ടാണ് ആന്റണി രാജുവിന് ഇത് വരുന്നത്. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് ഹൈക്കോടതി പോകാം. ഇത് നെടുമങ്ങാട് കോടതിയുടെ ഒരു വിധിയല്ലേ, പോകാം. പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി. പക്ഷെ അപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വരും. പുറത്തു നിന്നുകൊണ്ട് കേസ് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു ശിക്ഷ കിട്ടിയാൽ ജയിലിനകത്ത് നിന്നുകൊണ്ടല്ലേ കേസ് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്ക് ചെന്നപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടത് കൃഷ്ണകുമാറാണ്. BJPയിലെ കൃഷ്ണകുമാർ വീണ്ടും ഗോളടിച്ചിരിക്കുന്നു. അദ്ദേഹമാണ് തിരുവനന്തപുരം സെൻട്രലിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളാണ് BJPയുടെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന് എല്ലാവരും, എല്ലാ ചാനലുകളും, എല്ലാ പത്രങ്ങളും, മീഡിയകളും പറയുന്നതെങ്കിൽ
ഇതാ ആന്റണി രാജുവിൻ്റെ കാര്യം കൂടി കൊണ്ട് നാലാമതൊരു സ്ഥലം കൂടി ബി ജെ പിക്ക് അനുകൂലമായി മാറുകയാണ്. ആന്റണി രാജുവിനെതിരെ മാറ്റി കേരള കോൺഗ്രസിൽ അത്ര ശക്തനായ ഒരാളില്ല തിരുവനന്തപുരത്ത് എന്നുള്ളതും കേരള കോൺഗ്രസിൻ്റെ ഒരു വലിയ പരിമിതിയാണ്. എന്തായാലും ആന്റണി രാജു അകത്താകാനുള്ള സാധ്യതയാണ്. ആലോചിച്ച് നോക്കൂ, 36 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസ് IPS ഓഫീസർമാരും കോടതിയും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് പല രൂപത്തിൽ പോയിട്ടും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ കിടന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ വീണ്ടും നമുക്ക് പറയേണ്ടി വരും, സത്യത്തിൻ്റെ മുഖം വികൃതമാണെങ്കിലും അത് കുഴപ്പമുള്ളതാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും എന്നെങ്കിലും ഒരു നാൾ സത്യം ജയിക്കുമെന്നുള്ള ഒരു കഥ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ്ട്രേലിയക്കാരനായ ഈ സായിപ്പിന് അവിടെ പോയൊരു കൊലപാതകം ചെയ്യേണ്ടി വരുന്നു, എന്നിട്ട് അയാൾ ജയിലിൽ പോകുന്നു, അയാൾ ജയിലിൽ കിടക്കുന്ന സഹതടവുകാരനോട് കാര്യം പറയുന്നു, അത് പിന്നെ ഇന്റർപോളിൽ എത്തുന്നു, CBI എത്തുന്നു, തിരുവനന്തപുരത്ത് എത്തുന്നു. എത്ര വിചിത്രമാണ് ഈ കഥ. ഒരു നോവൽ എഴുതാൻ കഴിയുന്ന വളരെ വിചിത്രമായൊരു ക്രൈം സ്റ്റോറിയാണിത്. എന്തായാലും ആന്റണി രാജുവിന് ശിക്ഷ വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് 2:45 അറിയാം ആദ്യത്തെ ശിക്ഷ. അത് കഴിഞ്ഞാൽ നാളെ CJM കോടതിയിൽ നിന്ന് അടുത്ത ശിക്ഷയും വരാനുള്ള സാധ്യതയുണ്ട്. സെൻട്രൽ മണ്ഡലത്തിൽ നിന്നാണ് ആന്റണി രാജു ജയിച്ചിട്ടുള്ളത്. അവിടെ ശിവകുമാറാണ് നേരത്തെ മത്സരിച്ചത്. ശിവകുമാർ അവിടുത്തെ MLA ആയിരുന്നു. നേരത്തെ അവിടെ നിന്ന് തന്നെ എന്തായിരുന്നു, പിന്നെ മന്ത്രിയുമായിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിരുന്നു, ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോറ്റിയെ കയറ്റിയ സമയത്ത്, ഒറിജിനലിൽ പോറ്റിയെ കയറ്റിയ സമയത്ത് ശിവകുമാറായിരുന്നു ദേവസ്വം മന്ത്രി. ഇനി ശിവകുമാറിനെയും ചോദ്യം ചെയ്യണോ എന്നുള്ളത് വേറെ കഥയുണ്ട്. അതുപോലെ ശങ്കർ ഈസ്റ്റ് ആയിരുന്നു പഴയ നോർത്ത് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സെൻട്രൽ എന്ന് പറയുന്നത് പണ്ട് ഈസ്റ്റ് മണ്ഡലമായിട്ട് നോർത്ത് ഈസ്റ്റ് എന്നൊക്കെയാണ് കിടന്നത്. നോർത്ത് ആയിരുന്നു വട്ടിയൂർക്കാവ്, ഈസ്റ്റ് എന്നാണ് കിടന്നത്. അന്ന് ശങ്കരനാരായണ പിള്ള കേരള കോൺഗ്രസ് എസിലെ ശങ്കരനാരായണ പിള്ള അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയൊക്കെയായി. അദ്ദേഹം ഈസ്റ്റിൽ മത്സരിച്ചു. ഈസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നല്ലൊരു ശതമാനം ആളുകളും ബ്രാഹ്മിൺസ്, നായർ, അങ്ങനെ ഈഴവ, അങ്ങനെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ്. കുറച്ച് പേരെങ്കിലും ഈ തീരദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സ്ഥലം കൂടി അതിനകത്ത് വരുന്നു. അതുകൊണ്ടാണ് ഈ ആന്റണി രാജുവിനൊക്കെ ഒരു അപ്പർ ഹാൻഡ് വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ അപ്പർ ഹാൻഡ് വരും. 10,000-16,000 വോട്ടിനെ മറ്റാണ് അദ്ദേഹം തോറ്റത്. പക്ഷെ ഒരു 8,000-9,000 വോട്ട് വേണമെങ്കിൽ മറിക്കാൻ തിരുവനന്തപുരം സെൻട്രലിൽ പറ്റുമായിരുന്നു. പക്ഷേ അന്ന് BJPയുടെ നേതാക്കളും RSS നേതാക്കളും ഒക്കെ വഞ്ചിച്ചു, ചതിച്ചു, പറ്റിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അറിയില്ല, നമുക്ക് അതിൻ്റെ വിശദാംശം അറിയില്ല. എന്തായാലും വളരെ വലിയ തോതിലാണ് അന്ന് അത് നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നടന്നതിൻ്റെ ഭാഗമായിട്ട് രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോയി, അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഹിന്ദു മെജോറിറ്റിയുള്ള ബ്രാഹ്മിൺസിനും അതുപോലെ തന്നെ അപ്പർ ക്ലാസ്സിനും ഒക്കെ സ്വാധീനമുള്ള തിരുവനന്തപുരം സെൻട്രലിനെ BJP എഴുതി പിടിപ്പിക്കുന്നില്ല. എന്നാലും കൃഷ്ണകുമാർ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണകുമാർ മത്സരിച്ചതാണ്, എന്നിട്ടും അദ്ദേഹം തോറ്റുപോയെങ്കിൽ അവിടെ വീണ്ടും നിൽക്കുകയാണെങ്കിൽ ആന്റണി രാജുവിൻ്റെ ഈ പതനം കൊണ്ടും ശിവകുമാറിന് ഇമേജ് കുറവുള്ളത് കൊണ്ടും പിന്നെ മൊത്തത്തിൽ തിരുവനന്തപുരം സിറ്റി ഇപ്പോൾ ഒരു BJP ഒരു അനുകൂല നിലപാടിൽ കോർപ്പറേഷൻ സംവിധാനമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അത് കൃഷ്ണകുമാറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗോളടിക്കാൻ കഴിയുക. കൃഷ്ണകുമാർ ആയിരിക്കും മിക്കവാറും MLA. അങ്ങനെയാണെങ്കിൽ സിനിമാ ഫീൽഡിൽ നിന്ന് അടുത്തൊരു MLA കൂടി കേരളത്തിലുണ്ടാവുന്നു. മുകേഷും ഗണേഷും MP ആയ സുരേഷ് ഗോപിയും കഴിഞ്ഞാൽ കൃഷ്ണകുമാർ, താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് MLA ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്.